ചാനൽ ചർച്ചകളിലെ സജീവ ഇടതുപക്ഷം റെജി ലൂക്കോസ് ബി.ജെ.പിയിലേക്ക്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. ഷാളണിയിച്ച് സ്വീകരിച്ചു. ദ്രവിച്ച ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്നും ബി.ജെ.പിയുടെ വികസനാശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും റെജി ലൂക്കോസ് പറഞ്ഞു. ആശയപരമായി രാഷ്ട്രീയ യുദ്ധത്തിനുള്ള സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ല. യുവാക്കൾ നാടുവിടുന്നു. അങ്ങനെ പോയാൽ കേരളം വൃദ്ധാലയമാകും. ബി.ജെ.പിയുടെ വികസനാശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ റെജി ലൂക്കോസ് ഇനി മുതൽ ശബ്ദിക്കുന്നത് ബി.ജെ.പിക്ക് വേണ്ടി മാത്രമെന്നും വ്യക്തമാക്കി. CPM പ്രവർത്തകൻ തലായി ലതേഷ് വധക്കേസിൽ കുറ്റക്കാരായ 7 RSS ബി.ജെ.പി പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവും 1,40,000 രൂപ പിഴയും. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. 4 വകുപ്പുകളിലായി 35 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. സുമിത്, പ്രജീഷ് ബാബു, നിതിൻ, സനൽ, റിജോഷ്, സജീഷ്, ജയേഷ് എന്നിവർക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. സംസ്ഥാനത്ത് 4 ജില്ലാ കോടതികളിൽ ബോംബ് ഭീഷണി. ഇടുക്കി, കാസർഗോഡ്, മലപ്പുറം, പത്തനംതിട്ട ജില്ലാ കോടതികളിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ഇമെയിൽ വഴിയാണ് ഭീഷണി എത്തിയത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോടതി നടപടികൾ മുടങ്ങുകയായിരുന്നു. നിലവിൽ കോടതിയിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. ഇടുക്കി കോടതിയിലേക്ക് ഭീഷണി സന്ദേശം അയച്ചത് തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി 13, 14 തീയതികളിൽ തിരുവനന്തപുരത്തുണ്ടാകും. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും. ആദ്യ പട്ടിക ഈ മാസം തന്നെ പുറത്തിറക്കാനാണ് ആലോചിക്കുന്നത്. നിരീക്ഷകരും 2 ആഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തെത്തും. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനും ED ഡെപ്യൂട്ടി ഡയറക്ടറുമായ P. രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കി. കൈക്കൂലി ആരോപണമടക്കം നിരവധി ആക്ഷേപങ്ങളും അന്വേഷണങ്ങളും നടന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. നിർബന്ധിത വിരമിക്കലിനാണ് ഇദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത്. P. രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കിക്കൊണ്ടുള്ള ഉത്തരവ് 3 ദിവസം മുമ്പാണ് ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത്.